രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ രാഹുലിനെ കാണാതായ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതെന്നാണ് പോലീസിന് സംശയം. രാഹുൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലാണെന്ന വിവരം പോലീസിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയെന്ന വാദവും പോലീസ് തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ സംഭാഷണം തന്നെയാണ് എന്ന് പ്രാഥമിക പരിശോധന റിപ്പോർട്ട് പുറത്തുവന്നു. സിജോ വി ജോൺ വിവരങ്ങൾ അയച്ചിരുന്നു. സിജോ, ഈ രാഹുൽ ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ ഈ ദൃശ്യങ്ങൾ എന്തിനായിരിക്കും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക? രാഹുലിന്റെ നീക്കങ്ങൾ എന്തായാലും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഇപ്പോൾ കേസെടുത്തതിന് പിന്നാലെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇയാളുടെ പങ്ക്, ഒപ്പമുണ്ടായിരുന്ന ആളുകൾ, കാര്യങ്ങൾ, അതെങ്ങനെ രക്ഷപ്പെട്ടു ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ CCTVയിലൂടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടി എന്നുള്ള നിലയിലായിരിക്കാം ഇത് നീക്കം ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുലിനെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ADGP S വെങ്കടേഷ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ വ്യാപകമാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ജില്ലകൾ തോറും ഒരു ടീമിനെ രൂപീകരിക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംശയമുള്ള ആളുകളെ ആരാണെങ്കിലും അയാളെ ചോദ്യം ചെയ്യാം. അതിന് പ്രത്യേക പെർമിഷനൊന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ തേടേണ്ടതില്ല. അത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതോടൊപ്പം തന്നെ ഇത്തരം ഇയാളുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് രാഹുലിനായിട്ടുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നൽകിയ ഒരു വാർത്ത തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈ സ്ത്രീയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അതിന്റെ ആധികാരികമായ പരിശോധന അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അത് രാഹുലിന്റെ ശബ്ദമാണെന്ന് സ്ഥിരീകരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷണ സംഘം രാഹുലിന്റെ ശബ്ദം നേരിട്ട്, സാധാരണ രീതിയിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ആളെ അദ്ദേഹത്തിന്റെ സ്പോട്ടിൽ അവിടെ നിന്ന് അറസ്റ്റിലായതിനു ശേഷം ശബ്ദം കളക്ട് ചെയ്യുക, അതിന്റെ ഓഡിയോ സാമ്പിൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത് രാഹുലിനെ തന്നെ പങ്കുവച്ചിരിക്കുന്ന രാഹുലിന്റെ ഓഡിയോ അതാണ് എടുത്തിരിക്കുന്നത്. സാമ്പിൾ എന്ന നിലയാണ് എടുത്തിരിക്കുന്നത്. അത് പരിശോധനയ്ക്ക് അയച്ചു. അതും ഈ യുവതി നൽകിയിരിക്കുന്ന ഓഡിയോകളുടെ നോക്കിക്കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ ശബ്ദം മാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്രാഥമിക നിഗമനം എന്ന നിലയിൽ അനുസരിച്ച് ആ ശബ്ദം രാഹുലിൻ്റെതാണെന്ന് തന്നെ സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഇതിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഉൾപ്പെടെ പരിശോധിച്ച് അത് ഡോക്ടർമാരെ കൊണ്ട് വ്യക്തത വരുത്തിയിരുന്നു. ഡോക്ടർമാർ അവർ തന്നെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ച ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. അതിന് മുന്നോടിയായി പരമാവധി തെളിവുകൾ കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതോടൊപ്പം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വന്നിരുന്നു. ആ കമന്റുകളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി മറ്റേ സമീപിക്കാനും അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.